ബ്യൂട്ടി പട്ടാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ് ഇന്ന് ചെറിയൊരു ചലഞ്ച് വീഡിയോ ആണ് കേട്ടോ. അതായത് ഡ്രോയിങ് ചലഞ്ച് വീഡിയോ ആണ്. അപ്പോൾ നമ്മളിവിടെ 3 റൗണ്ട് ഉണ്ട്. 3 റൗണ്ടിലും ഡിഫറെൻറ്റ് പിക്ചേഴ്സ് ആയിരിക്കും. ആ പിക്ചേഴ്സ് നമ്മുടെ ഇമാജിനറി ഉപയോഗിച്ച് നമ്മൾ വരയ്ക്കണം. ലൈക്ക് ഒരു തീം പറയും, ആ ഒരു തീമിന് ബന്ധമായിട്ടുള്ള ഇത് വരയ്ക്കണം. ലൈക്ക് ഒരു സാധനം പറയും, അപ്പോൾ നമ്മുടെ മനസ്സിൽ ആ സാധനം എന്ത് രൂപമായിരിക്കും ആ രൂപം ഒന്ന് വരയ്ക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളൊരു മാങ്ങ വരയ്ക്കാം. അപ്പം നമുക്ക് മാങ്ങ ഏത് രീതിയിൽ വേണമെങ്കിലും വരയ്ക്കാം. അപ്പം കടിച്ച മാങ്ങ, കടിക്കാത്ത മാങ്ങ, അങ്ങനെ അതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ ചാലഞ്ചിലോട്ട് പോകാം. അപ്പം നമ്മുടെ ഫസ്റ്റ് ചാലഞ്ച് എന്ന് വെച്ചാൽ ഒരു ഫ്ലവർ വേസ് ആണ് വരയ്ക്കേണ്ടത്. അപ്പം നമുക്ക് ഒരു ഫ്ലവർ വേസ് വരയ്ക്കാം. ഇതാണ് കളർ കേട്ടോ, ഇത് ഓയിൽ പേസ്റ്റ് ആണ്. ഇത് സാധാ ക്രയോൺ ആണെന്ന് തോന്നുന്നു. പിന്നെ 2 സ്കെയിലുണ്ട്, പിന്നെ ഒരു പെൻസിലുണ്ട്, റേസർ ഉണ്ട്, എല്ലാവർക്കും തട വയ്ക്കാൻ ബുക്കുമുണ്ട്, ഒരു പേപ്പറും ഉണ്ട് കേട്ടോ. A4 സൈസ് പേപ്പറാണ് കേട്ടോ. അപ്പൊ നമുക്ക് ചാലഞ്ച് തുടങ്ങാം. 5 മിനിറ്റ് ടൈമർ വെച്ചേക്കാണ്. Ready 1 2 3 start. ഫ്ലവർ വൈസ് ആണ് നമ്മൾ വരയ്ക്കുന്നത്. അയ്യോ, ഫുൾ ടെൻഷനായി ഗൈസ്. എവിടെ തുടങ്ങാൻ പറയാം. സ്കെയില് തൊടുക്കാൻ സമയമില്ല. എന്താ സ്കെയില് തൊടുക്കാൻ സമയമില്ല. നിങ്ങളാണ് ലാസ്റ്റ് കമന്റ് ചെയ്യേണ്ടത് ആരുടെയാണ് ടെസ്റ്റ്. ലാസ്റ്റ് ഗിഫ്റ്റ് കൊടുക്കും കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് വലുത് വെച്ചു. ചെറിയ ഫ്ലവർ വൈസ് വലത്ത് വരയ്ക്കാൻ അറിയത്തില്ല. വലുതായിരുന്നു കേട്ടോ വരയ്ക്കാനുള്ളത്. എന്നാലും കുഴപ്പമില്ലല്ലോ. നോക്കാം എന്താണ് മനോഹരമായിട്ട് അറിയില്ലേ. ഇത് റോസാപ്പൂ കൊള്ളാമെങ്കിൽ പറയണം കേട്ടോ. ഇതിന്റെ റോസാപ്പൂ ഞാനാണ് ഇവിടെ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. പശു പാല് കറക്കുന്ന പാട്ട്. എല്ലാം കഴിഞ്ഞു. അയ്യോ, നമ്മളിവിടെ അടുത്തത് ചെയ്യുവാണേ. ഇല്ല എന്താ അടുത്ത ചെയ്യരുത്, അടുത്ത റൗണ്ടിൽ ചെയ്യാം. ഓക്കെ, ഇതിന്റെ പേപ്പറിലൊക്കെ അങ്ങനെ വെച്ച് കാണിച്ചൊക്കെ കേട്ടോ. ഓക്കെ. 4 മിനിറ്റ് 2 മിനിറ്റ് കഴിഞ്ഞേ. എനിക്കറിയില്ല. എനിക്കത് ഇഷ്ടമുള്ളത് കാര്യം മടുക്കും പെട്ടെന്ന്. ഞാൻ ഇടയ്ക്ക് ബ്രേക്ക് ഒക്കെ എടുക്കാറുണ്ട്. ഇവിടെ ഫുൾ വണ്ടികളാണ്. കഴിഞ്ഞു ഗൈസ്. പറയാമോ? ഇപ്പൊ എത്ര സമയമുണ്ട്? ഓക്കെ. അയ്യോ അത് ചിരിക്കണേ. ഒരു ചെറിയ ഫ്ലവർ വേസ് വരച്ച് വെച്ചിട്ട് കിടന്ന് ചിരിക്കാണ്. ഇതെന്തോ കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മുടെ ഡ്രോയിങ് നോക്കാൻ പോവുകയാണ്. അത്രയും വലിയ പേപ്പർ വേസ്റ്റ് ആയി. ഞാൻ ഒട്ടും വിചാരിച്ചില്ല. എല്ലാരും ഇത് എങ്ങനെ ഉണ്ടെന്ന് പറയണം കേട്ടോ. എനിക്ക്
പീസ് ഭയങ്കര ഇഷ്ടമാണ്. പാലിറക്കുന്ന പാട്ട അവളുടെ കൊള്ളാം കേട്ടോ. നമ്മള് ലാസ്റ്റ് പാലിറക്കുന്ന പാട്ട ഓരോ ആൾക്കാരുടെ അപ്പോ ഇതില് ആർക്കാണ് മാർക്ക് കൊടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെ ആക്കേണ്ടി വരും ഗൈസ്. അറിയാൻ. പിന്നെ ഇത് എന്റത് എന്ത് പറയുന്നത്, ഇത് കണ്ടാത്തൊന്നും പാൽപാത്രം കണക്കാണ്. എനിക്ക് തോന്നുന്നു, എനിക്ക് അങ്ങനെ തന്നെ കേട്ടോ തോന്നുന്നത്. ഇതിൽ നിങ്ങൾക്ക് ആരുടെയാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയണേ. 5-6 പറയും. അപ്പം ഇതില് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ ആരുടെ പിക്ചറാണ് ഏറ്റവും കൂടുതൽ പറ്റുന്നത്. അപ്പം ഞാൻ നമുക്ക് 3 പേർക്കും കൂടെ തീരുമാനിക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ടത് എനിക്ക് ഇഷ്ടപ്പെട്ടത് എനിക്ക് ഇഷ്ടപ്പെട്ടത് വെള്ളേനെയാണ്. അപ്പൊ ലാസ്റ്റ് 2 മാർക്ക് വെള്ളേനെയാണ് കിട്ടിയത്. അപ്പൊ നെക്സ്റ്റ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് വെച്ചാൽ ഒരു ഫിഷ് ടാങ്ക് ആണ്. അത് ഏത് ആകൃതി വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം. റൗണ്ട് വരയ്ക്കാം, സ്ക്വയർ വരയ്ക്കാം. പിന്നെ ഒരു കണ്ടീഷൻ, അതിനകത്ത് ഒരു ഗോൾഡ് ഫിഷ് വേണം. ഫിഷ് ഇല്ലാതെ ഫിഷ് ടാങ്ക് ആവത്തില്ല, അത് വെറുതെ ടാങ്ക് ആയി പോകും. അപ്പൊ നമുക്ക് തുടങ്ങാം. ടൈം ഉണക്കിയാണ് സ്റ്റാർട്ട്. ഫിഷ് ടാങ്ക് ഞാൻ മറന്നു പോയി കേട്ടോ. ഇങ്ങനെ വരയ്ക്കാമെന്ന് എനിക്കറിയില്ല. വെറുതെ എന്തെങ്കിലുമൊക്കെ വരയ്ക്കാനേ. നിങ്ങൾ എന്റെ മീനിന്റെ പേരുണ്ടോ? എന്റെ മീനിന്റെ എനിക്ക് കൊള്ളാമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്കോ ഞാൻ മറന്നുപോയി ആ കാര്യം. അത് വരയ്ക്കാൻ വേണട്ടോ. ഞാൻ മറന്നുപോയി അങ്ങനെ സാധനമൊക്കെ വയ്ക്കുന്നത്. അല്ല പറഞ്ഞു തന്നെ. താങ്ക് യു. കോപ്പിയാണെന്ന് ആരും പറയാ. ഫിഷ് വരയ്ക്കാൻ പോയാൽ നമ്മൾ മാർക്ക് കൊടുക്കത്തില്ല കേട്ടോ. അതങ്ങനെയാണ്. പിന്നെ ഒരു കാര്യം, കളർ അടിച്ചില്ലെങ്കിൽ ഒന്നും കിട്ടാൻ പോണില്ല. ഞാൻ മാത്രം നോക്കി എന്റെ ഉള്ള സമയം കളയാനല്ലേ. 2 മിനിറ്റ് 35 സെക്കൻഡ് ആയിട്ടോ. പെട്ടെന്ന് വരച്ചു നിർത്താതെ. ഈ ക്രയോൺ കുറച്ച് വലുതായത് കൊണ്ട് അടിക്കാൻ പീച്ച് കളർ കേട്ടോ. ശ്രമിക്കാം. ഗോൾഡ് ആവശ്യം തന്നെ വേണം കേട്ടോ. അതൊരു നിയമമാണ്. മീനില്ലാതെ നമുക്ക് പറ്റില്ല. വെറുതെ അവിടെ ഷോക്കേസിന് വെച്ചേക്കാം. ഞാൻ കണ്ട് എനിക്ക് നല്ലൊരു അടിപൊളിയായി. എനിക്ക് ഇഷ്ടമായി. ഞാൻ അയ്യോ, വെള്ളം ഇല്ലാതെ മീൻ ജീവിക്കും. വേറെ എന്തെങ്കിലും അടിക്കാൻ അതിനകത്ത്. എന്തടിക്കും? ഗ്ലാസ് അപ്പം ടൈം പോയിരിക്കുകയാണ്. ഞാൻ സത്യം വിചാരിച്ചില്ല ടൈം എന്ന് വിചാരിച്ചില്ല. 8 മിനിറ്റ്. അപ്പം വൃത്തിയായില്ല, ഒന്നും വരച്ചത് ശരിയായില്ല. ഞാൻ ഇഷ്ടപ്പെട്ടു. ഞാൻ കളർ മുഴുവൻ വരച്ചു. കാരണം എന്താണെന്നറിയോ, ഈ മീൻ ബബിള് വരുന്ന മാത്രം ബ്ലൂ ആണ്. നമ്മള് സാധാരണ കാണുമ്പോ ഈ വാട്ടർ ബ്ലൂ അല്ലല്ലോ, ക്ലിയർ അല്ലേ. അതുകൊണ്ട് ഞാൻ വേറെ അടിച്ചില്ല. പെയിന്റിങ്ങില് പറഞ്ഞിട്ട് കാര്യമില്ല.
അല്ലാതെ അടിക്കാൻ സമയം കിട്ടാത്തതുകൊണ്ടല്ല കേട്ടോ. ആർക്കാണ് എന്റെ ഇഷ്ടപ്പെട്ടത്? നമുക്കിൻ്റെത് ഒരു ആവറേജ് കൊടുക്കാം. എനിക്ക് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കേട്ടുപോലെ എനിക്കിഷ്ടമില്ല. പക്ഷെ നീന്റെ വാല് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താ ശരിയാണ് എന്റെ കൊമ്പ് വാല്. പിന്നെ എന്റേത് പിന്നെ ആർക്കും ഇഷ്ടപ്പെടില്ല. എന്റെ പിന്നെ ആരും നോക്കണില്ല കേട്ടോ. ആർക്കും അത് കാണേണ്ട ആവശ്യമില്ല. ആരും നോക്കണേ മറ്റേ സംഭവം ഓക്സിജൻ കൊടുക്കണം. അതിന് ബബിള് വരുന്നോണ്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അത് കാണിച്ചു കേട്ടോ. അങ്ങനെയാണ്. നിങ്ങളാണ് കമ്പനി ചെയ്യണം. ഇപ്പൊ നമ്മൾ ഒരു ഇത് തീരുമാനിച്ചാൽ നമ്മൾ അടി ഉണ്ടാക്കും. അത് അഫ്കോഴ്സ് അങ്ങനെയാണ്. ഫിഷ് ടാങ്ക് ഇതിൽ കുറച്ച് ബബിളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ മീൻ അങ്ങനെ കളഞ്ഞില്ല. പിന്നെ ഇതിൽ ഇഷ്ടപ്പെട്ടത് ഈ വാട്ടർ ടാങ്ക്. എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ പെബിൾസ് ഒക്കെ വരച്ചു. പെബിൾസ് ഒക്കെ വരച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാനിവിടെ ഇങ്ങനെ ഒരു വര കൊടുത്തു. വൈറ്റ് കളറല്ലേ, അത് കാണുന്നുണ്ടോ? വൈറ്റ് കളർ സംഭവം. പക്ഷെ അത് കൊടുക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് അടിച്ചത് കൊണ്ട് ഈ സൈഡിൽ മൊത്തം വൈറ്റ് ആണ്. ഇത് കാണുന്നുണ്ടോ? മൊത്തം വൈറ്റ് ആണ്. അതുകൊണ്ട് വൈറ്റ് കളർ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത്രയുള്ള വൈറ്റ് സംഭവം ജസ്റ്റ് സിമ്പിൾ ആണ്. വരച്ചിട്ട് നോക്കാം. പിന്നെ ഞാൻ ഫുൾ കളർ അടിച്ചു കഴിഞ്ഞു. കാരണം ക്യാമറ ജസ്റ്റ് ഒന്ന് ഓഫായി. ഞാൻ അവിടെ ഒരു വാട്ടർമെലൺ ജ്യൂസ് പറഞ്ഞാൽ എനിക്കറിയാൻ വയ്യ. വാട്ടർമെലൺ ജ്യൂസ്, ഓറഞ്ച് കോക്ടെയിൽ അല്ലെങ്കിൽ ഒരു ആപ്പിൾ ജ്യൂസ്. കോക്ടെയിൽ കൊണ്ടുപോയി. നമുക്ക് ഹാഫ് അല്ല, എന്താ പറയുക, കുറച്ച് ഫുൾ ആയിട്ടുള്ള വെള്ളമാണ് ഇതിനകത്ത് ഒഴിച്ചത്. അതുകൊണ്ടാണ് ഇത്രയുള്ളത്. കോക്ടെയിൽ എന്ത് വയ്ക്കണമെന്ന് എനിക്ക് അറിയില്ല. കോക്ടെയിൽ കോക്കനട്ട് വയ്ക്കണം. സൂപ്പർ. ഞാൻ നോക്കിയിട്ടല്ലേ ഞാൻ പറഞ്ഞത്. പിന്നെ വാട്ടർമെലൺ ജ്യൂസിന് റെഡ് കളർ ഇല്ലാതെ പിന്നെ ഞാൻ എന്തോന്ന് അടിക്കാൻ? എനിക്ക് അറിഞ്ഞോട്ടോ എന്തിനാണ് ഈ വാട്ടർമെലൺ ജ്യൂസ്. ഇവരെല്ലാവരും നല്ല ഡിഫറെൻറ്റ് ഗ്ലാസ് ഒക്കെയാണ് എടുത്തേക്കുന്നത്. ഞാൻ മാത്രം സാധാ ജ്യൂസ് ഗ്ലാസ്. അത് കൊള്ളാം കേട്ടോ. കുറേ എന്തായാലും മഴവിൽ കളറൊക്കെയാണ് കൊടുത്തേക്കുന്നത്. എനിക്ക് കോക്ടെയിലിന്റെ കളർ പറഞ്ഞു. ഞാൻ സ്ട്രോയ്ക്ക് പിങ്ക് കളർ കൊടുക്കാം. എന്റെ ഡ്രോയിങ് ഇവിടെ കഴിഞ്ഞു. എന്റേത് കഴിയാറായി. എന്തായാലും എന്റേത് കഴിയാറായി. നമുക്ക് ഞാൻ ആരാണ് നമുക്ക് നോക്കാം. എനിക്ക് ഇതിൽ കളർ അടിക്കണം. അയ്യോ. അപ്പൊ ഫസ്റ്റ് ഇതാണ് ഞാൻ വരച്ചാണ് ഒരു വാട്ടർമെലൺ ജ്യൂസ്. ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു ട്രാൻസ്പെറന്റ് കൊടയുള്ളതാണ്. ശരിക്കും കളർ അടിക്കാൻ സമയം കിട്ടിയില്ല. കിട്ടാത്തോണ്ടല്ല കേട്ടോ. അതുകൊണ്ടല്ല. ഓറഞ്ച് കുത്തി വെച്ചിട്ടുണ്ട്. സ്ട്രോ പിങ്ക്. ഇത് ഷെയ്ഡിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പറയട്ടെ, സാധാരണ ഇത് കാണാൻ എനിക്ക്
സ്പൈഡർമാനെയാണ് എനിക്ക് ലേഡി ബഗാണ് എങ്ങനെയാ എന്തോടെ കുത്തിയില്ല. ഈ നമ്മൾ ഇത്രയും വരച്ചിൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് പ്ലീസ് കമന്റ്. ഇതാണ് ഞാനാണ് കേട്ടോ നമ്പർ 1, നമ്പർ 2, നമ്പർ 3. ഇതിൽ നിങ്ങൾക്ക് ആരുടെയാണ് ഇഷ്ടപ്പെട്ടത്? ഇതാണ് ഞാൻ വരച്ചത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. അപ്പൊ ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത